students, welcome to DVDO Volume 14, Part B, Basics of Internet. Internet is a global network of billions of computers and other electronic devices. Internet എന്ന് പറയുന്നത് കോടിക്കണക്കിന് കമ്പ്യൂട്ടറുകളുടെയും ബാക്കിയുള്ള ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെയും ഒരു നെറ്റ്വർക്കിനെയാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പബ്ലിക് നെറ്റ്വർക്ക്. വർക്ക്സ് ഓൺ TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട്. ഇൻ്റർനെറ്റ് ഒരു പബ്ലിക് നെറ്റ്വർക്കാണ്. ആർക്ക് വേണമെങ്കിലും ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ആർക്ക് വേണമെങ്കിലും ഇൻ്റർനെറ്റിലുള്ള ഡാറ്റ ആക്സസ് ചെയ്യാം. ഇത് വർക്ക് ചെയ്യുന്നത് TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട് ഉപയോഗിച്ചിട്ടാണ്. നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിലുള്ള ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ള സെറ്റ് ഓഫ് റൂൾസിനെയാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നത് TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ്. ആക്സസ് ഓൾമോസ്റ്റ് എനി ഇൻഫർമേഷൻ. എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്ത് ആക്സസ് ചെയ്യാൻ സാധിക്കും. കമ്മ്യൂണിക്കേറ്റ് വിത്ത് എനിവൺ ഇൻ ദി വേൾഡ്. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആരുമായിട്ടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടത്താം. നെറ്റ് ബാങ്കിങ്, ഓൺലൈൻ ബാങ്കിങ് എല്ലാം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. എവല്യൂഷൻ ഓഫ് ഇൻ്റർനെറ്റ് ഒറിജിനേറ്റഡ് ഇൻ 1969. ഇൻ്റർനെറ്റ് എന്നുള്ള ഐഡിയ ആദ്യമായിട്ട് ഉത്ഭവിച്ചത് 1969 ദി ഒറിജിൻ ഓഫ് ഇൻ്റർനെറ്റ് ഡിവൈസ്ഡ് ഫ്രം ദി കൺസെപ്റ്റ് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക് ഓർ ആർപാനെറ്റ്. ആർപാനെറ്റ് എന്ന് പറയുന്ന US ഡിഫൻസ് ഏജൻസിയുടെ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് ഇൻ്റർനെറ്റ് ആദ്യമായി ഡെവലപ്പ് ചെയ്തത്. ആർപാനെറ്റ് was aimed to communicate between various bodies of government. ആർപാനെറ്റ് ഗവൺമെൻറ് ഏജൻസീസുമായുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡായിട്ടാണ് ആർപാനെറ്റ് ആദ്യം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ്വർക്കായിരുന്നു ആർപാനെറ്റ്. ഇൻ 1972 ദി ആർപാനെറ്റ് സ്പ്രെഡ് ഓവർ ദി ഗ്ലോബ്. 1972 ലോകം മുഴുവൻ ആർപാനെറ്റ് എന്നുള്ള ഐഡിയ ഇൻ്റർനെറ്റ് എന്നുള്ള പേരിൽ പ്രചരിച്ചു. ഇൻ്റർനെറ്റ്. എവറി കമ്പ്യൂട്ടർ ഇൻ ഇൻ്റർനെറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ എ യുണീക്ക് IP അഡ്രസ്. നമുക്കറിയാം, നമ്മുടെ വീട്ടിലേക്ക് ഒരു കത്ത് വരണമെങ്കിൽ നമുക്ക് ഒരു വീട്ടഡ്രസ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ ഇൻ്റർനെറ്റിൽ കണക്ട് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറും ഏത് ഡിവൈസിനും ഒരു യുണീക്കായിട്ടുള്ള അഡ്രസ്സ് ഉണ്ടാവും. അതാണ് IP അഡ്രസ്. IP address means Internet Protocol address. IP address is a unique set of numbers such as 110.22.33.140 which identifies a computer location. ഒരു കമ്പ്യൂട്ടർ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനാണ് IP അഡ്രസ് യൂസ് ചെയ്യുന്നത്. എ സ്പെഷ്യൽ കമ്പ്യൂട്ടർ DNS or domain name server is used to give name to the IP address so that user can locate a computer by a name. Domain name server എന്ന് പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടറാണ് ഓരോ IP അഡ്രസ്സിനും ഒരു പേര് കൊടുക്കുന്നത്. ആ പേര് വെച്ചിട്ടാണ് ആ യൂസർ ആ കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ ആ സൈറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. A domain name server will resolve a name to a particular IP address to uniquely identify the computer on which this website is hosted. ഓരോ വെബ്സൈറ്റിനും ഒരു യുണീക്ക് ആയിട്ടുള്ള നെയിം ഉണ്ടാവും. അതാണ് ഡൊമെയിൻ നെയിം. ആ ഡൊമെയിൻ നെയിം സെർവറിലേക്ക് യൂസർ ഒരു വെബ്സൈറ്റിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആ ഡൊമെയിൻ നെയിം സെർവറിൻ്റെ ഡ്യൂട്ടിയാണ് ആ പെർട്ടിക്കുലർ ഡൊമെയിൻ നെയിമിനെ IP അഡ്രസ്സായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. IP അഡ്രസ്സായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ഈ വെബ്സൈറ്റ് ഒറിജിനലി ഏത് സിസ്റ്റത്തിലാണ് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ സിസ്റ്റത്തിൽ നിന്ന് ഈ വെബ്സൈറ്റ് ആക്സസ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്ത ക്ലയൻറ്റിന് കൊടുക്കുന്നത്. എല്ലാ കമ്പ്യൂട്ടറിനും ഒരു IP അഡ്രസ്സ് ഉണ്ടാവും ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്യുമ്പോൾ. അതുപോലെ ഓരോ വെബ്സൈറ്റിനും ഒരു ഡൊമെയിൻ നെയിമും ഉണ്ടാവും. നമ്മുടെ മൊബൈലാണെങ്കിലും ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്യുമ്പോൾ അതിനും ഒരു യുണീക്ക് IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അത് ചുരുക്കി പറഞ്ഞാൽ ഇൻ്റർനെറ്റുമായി കണക്ട് ചെയ്തിട്ടുള്ള ഏത് കമ്പ്യൂട്ടിംഗ് ഡിവൈസിനും അതിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അഡ്രസ്സാണ് IP അഡ്രസ്സ്. ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ISP എന്നുള്ള ടേം നമ്മൾ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ കേൾക്കുന്നതാണ്.
നമുക്ക് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസിയാണ് ISP. BSNL ആവാം, എയർടെൽ ആവാം, ജിയോ ആവാം, റെയിൽനെറ്റ് ആവാം. ആ ഏജൻസിയാണ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. An internet service provider provides services for accessing, using or participating in the internet. ഇൻ്റർനെറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസിയാണ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് സർവീസസ് ടിപ്പിക്കലി പ്രൊവൈഡഡ് ബൈ ISPs ക്യാൻ ഇൻക്ലൂഡ് ഇൻ്റർനെറ്റ് ആക്സസ്, ഇൻ്റർനെറ്റ് ട്രാൻസിറ്റ്, ഡൊമെയിൻ നെയിം രജിസ്ട്രേഷൻ, വെബ് ഹോസ്റ്റിംഗ്, യൂസ്നെറ്റ് സർവീസ്. ഇൻ്റർനെറ്റ് ട്രാൻസിറ്റ്, ഒരു ഡൊമെയിൻ നെയിം രജിസ്റ്റർ ചെയ്യുന്നത്, വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത്, യൂസ്നെറ്റ് സർവീസ്, റിമോട്ട് കമ്മ്യൂണിക്കേഷൻ സർവീസസ്, ഇതെല്ലാം ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ISP ഒരു ഇൻ്റർനെറ്റുമായി കണക്റ്റ് ചെയ്യാനുള്ള ഒരു ഗേറ്റ് വേ പോലെ ആക്ട് ചെയ്യുന്നു. ISP ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻ്റർനെറ്റുമായി കണക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇപ്പോൾ BSNLൻ്റെ കണക്ഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് BSNL കണക്ഷൻ യൂസ് ചെയ്യുന്ന മൊബൈൽ മോഡം ആണെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ സിസ്റ്റത്തിനൊന്നും ഒരു തകരാറുമില്ലെങ്കിലും ആ ISPയുടെ സെർവർ എവിടെയെങ്കിലും ഡൗൺ ആണെങ്കിൽ നമുക്ക് അതുപയോഗിച്ച് ആ സർവീസ് ഉപയോഗിച്ച് ഇൻ്റർനെറ്റിലേക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറാണ് ഇൻ്റർനെറ്റുമായിട്ട് ഒരു യൂസറിനെ കണക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഗേറ്റ് വേ ആയി ആക്ട് ചെയ്യുന്നത്. അഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർനെറ്റ്. As we know, internet covers all aspects of life like social networking, entertainment, education, online services. സോഷ്യൽ നെറ്റ്വർക്കിംഗ് ചെയ്യാം, അതുവഴി നമുക്ക് ദൂരെയുള്ള സുഹൃത്തുക്കളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതുവഴി നമുക്ക് സോഷ്യൽ നെറ്റ്വർക്കിംഗ് നടത്താം. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഈ സോഷ്യൽ മീഡിയ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യാം, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. യൂട്യൂബ് പോലെയുള്ളത് മൂവി ചാനൽസ് എല്ലാം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. എഡ്യൂക്കേഷന് വേണ്ടി യൂസ് ചെയ്യാം. ഓൺലൈൻ സർവീസസ്, ഇപ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഓൺലൈനായിട്ട് ബില്ലടയ്ക്കാം, ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം. ഇതെല്ലാം ഇൻ്റർനെറ്റിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. എഡ്യൂക്കേഷൻ, ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തും വളരെയധികം ഓൺലൈൻ കോഴ്സസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സുകൾ നടത്തുന്നത് ഓൺലൈനായിട്ടാണ്. അപ്പോൾ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. ഇങ്ങനെ എല്ലാ ആസ്പെക്ട്സിനും നമുക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം. ഡിസഡ്വാൻറ്റേജസ്. ത്രെറ്റ് ടു പേഴ്സണൽ ഇൻഫർമേഷൻ, അതായത് നമ്മൾ ഇൻ്റർനെറ്റിൽ കൊടുക്കുന്ന ഇൻഫർമേഷൻ പലർക്കും ആക്സസ് ചെയ്യാം. നമ്മുടെ ഇൻഫർമേഷൻ ഹാക്ക് ചെയ്തോ പാസ്വേഡ് ഹാക്ക് ചെയ്തോ ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. സൈബർ ക്രൈം, നമുക്കറിയാം ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പ്, ഫോട്ടോ മോർഫിംഗ്, അങ്ങനെ ഒരുപാട് സൈബർ ക്രൈംസ് നമ്മളിപ്പോൾ പേപ്പറിലെല്ലാം വായിക്കുന്നുണ്ട്. സ്പാമിംഗ്, അതായത് അനാവശ്യമായ മെയിൽസ് നമ്മുടെ മെയിൽ ഫോൾഡറിൽ വന്നു ചേരുന്നതിനാണ് സ്പാമിംഗ് എന്ന് പറയുന്നത്. അത് പലതും നമുക്ക് ആവശ്യമില്ലാത്തതായിരിക്കും, ചിലതൊക്കെ പരസ്യം പോലത്തതായിരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള മെയിൽസ് ആവാം. ഇതെല്ലാമാണ് സ്പാമിംഗ്. വൈറസ് അറ്റാക്ക്. വൈറസ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിലുള്ള ഉപയോഗ റിസോഴ്സസിനെ എല്ലാം നശിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ആണ് വൈറസ്. ബാക്കി പ്രോഗ്രാംസ് റൺ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളറിയാതെ തന്നെ സിസ്റ്റത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ വൈറസ് പ്രോഗ്രാംസിന് റൺ ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ വൈറസ് കോഡ് നമ്മൾ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഫയൽസിൻ്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മെയിലോ ഏതെങ്കിലുമൊക്കെ ഒരു സൈറ്റോ ഓപ്പൺ ചെയ്താലോ തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരാം. മൊബൈലിലാവാം, ലാപ്ടോപ്പിലാവാം. അപ്പോൾ ഈ ഇതിന് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷനെ നശിപ്പിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇതൊരു പ്രോഗ്രാം പോലെ ഇരുന്ന് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള എല്ലാ റിസോഴ്സിനെയും കറക്റ്റാക്കാൻ, അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ ഫയൽസിനെയൊക്കെ ഡാമേജ് വരുത്താനും എല്ലാം വൈറസിന് സാധിക്കും. ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് വൈറസ് അറ്റാക്സ്. വൈറസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്. ഇൻ്റർനെറ്റ്, ഒരു ഡയഗ്രാം നമുക്ക് കാണാം. ഇൻ്റർനെറ്റിൻ്റെ ഡയഗ്രാം ഒരു പലതരത്തിലുള്ള ഡിവൈസസ്, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ, സെർവേഴ്സ്, ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് വയർലെസ് കണക്ഷൻ ആവാം, ഫിസിക്കൽ കേബിൾസ് യൂസ് ചെയ്തിട്ടുള്ള കണക്ഷൻ ആവാം. ഒരു സിംബോളിക് ഡയഗ്രാമാണ് ഇൻ്റർനെറ്റിൻ്റെ. ഇൻട്രാനെറ്റ്, എ പ്രൈവറ്റ് നെറ്റ്വർക്ക് യൂസ് ടു ഷെയർ ഇൻഫർമേഷൻ വിതിൻ ആൻ ഓർഗനൈസേഷൻ. ഇൻ്റർനെറ്റ് എന്നുള്ളത് ഒരു പബ്ലിക് നെറ്റ്വർക്കാണ്. ഇൻട്രാനെറ്റ് എന്നുള്ളത് ഒരു ഓർഗനൈസേഷന് വേണ്ടിയുള്ള പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് ഡിഫറെൻറ്റ് സിസ്റ്റംസ് തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ്. ഫോർ എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ, ഒരു കമ്പനിയുടെ, ഗവൺമെൻറ് ഏജൻസീസിൻ്റെ സിസ്റ്റംസ് തമ്മിൽ കണക്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ് എന്ന് പറയുന്നത്. അതൊരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ്.
ആ ഏജൻസിയുടെയോ ഓർഗനൈസേഷൻ്റെയോ എംപ്ലോയീസിന് അതിലേക്ക് ഒരു ലോഗിൻ ഉണ്ടാക്കാം. യൂസർ നെയിമും പാസ്വേഡും എല്ലാം കൊടുത്തൊരു ലോഗിൻ ഉണ്ടാക്കാം. അവർക്ക് അതിലുള്ള സിസ്റ്റംസ് ആക്സസ് ചെയ്യാം, ഒരു ഇൻറ്റേർണൽ മെയിൽ സെൻഡ് ചെയ്യാം, മെയിൽ വായിക്കാം, ഇതെല്ലാം ചെയ്യാം. പക്ഷേ പുറത്തു നിന്നുള്ള ഒരാൾക്ക് ഒരു തരത്തിലും അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ആ ഓർഗനൈസേഷൻ്റെ പർപ്പസസിന് വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ്. ഇൻ്റർനെറ്റ് ഒരു പബ്ലിക് നെറ്റ്വർക്കാണ്, പക്ഷേ ഇൻട്രാനെറ്റ് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. ഇൻ്റർനെറ്റ് പോലെ തന്നെ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ സ്യൂട്ടാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. യൂസസ് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ സ്യൂട്ട് ആസ് ഇൻ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ സ്യൂട്ട് തന്നെയാണ് ഇവിടെ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫെസിലിറ്റേറ്റ്സ് ദി കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദി എംപ്ലോയീസ് ആൻഡ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും റിസോഴ്സ് ഷെയറിങ്ങിനും വേണ്ടിയിട്ടാണ് ഇൻട്രാനെറ്റ് യൂസ് ചെയ്യുന്നത്. ഒരു സിംബോളിക് ഡയഗ്രാം കാണാം. ഒരു ഓർഗനൈസേഷൻ്റെ സെർവർ, അതിലേക്ക് കണക്ട് ചെയ്തിട്ട് എ നമ്പർ ഓഫ് സിസ്റ്റംസ്. വേൾഡ് വൈഡ് വെബ് ഇൻ്റർനെറ്റിന് വേണ്ടി ഒരു ഓൾട്ടർനേറ്റ് നെയിമായിട്ട് തന്നെയാണ് വേൾഡ് വൈഡ് വെബ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എ കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സ് ദാറ്റ് ക്യാൻ ബി ആക്സസ് ത്രൂ ദി ഇൻ്റർനെറ്റ്. വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് വഴി ആക്സസ് ചെയ്യാവുന്ന എല്ലാ വെബ്സൈറ്റിൻ്റെയും കളക്ഷനെയാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. A website is made up of related text, images and other resources. ഇൻ്റർനെറ്റ് വഴി ആക്സസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സോഫ്റ്റ്വെയർ റിസോഴ്സിനെയാണ് നമ്മൾ വേൾഡ് വൈഡ് വെബ് എന്നുള്ള പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെബ്സൈറ്റ്സ് നമുക്ക് ഫെമിലിയർ ആണ്. ഓർഗനൈസേഷന് വെബ്സൈറ്റ് ഉണ്ടാക്കാം, പേഴ്സണലി നമുക്ക് വെബ്സൈറ്റ്സ് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പലതരത്തിലുള്ള വെബ്സൈറ്റ്സ് നമുക്ക് ഫെമിലിയർ ആണ്. അപ്പോൾ വെബ്സൈറ്റിൽ ടെക്സ്റ്റ് ഡാറ്റ ഉണ്ടാവും, ഇമേജസ് ഉണ്ടാവും, മൾട്ടിമീഡിയ ഡാറ്റ ഉണ്ടാവും, എല്ലാം കണക്റ്റഡ് ഡാറ്റ ആയിരിക്കും ഒരു വെബ്സൈറ്റിനുണ്ടാവുക. ഒരു ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റ, അത് ടെക്സ്റ്റ് ആവാം, ഇമേജസ് ആവാം, മൾട്ടിമീഡിയ ആവാം. ഇപ്പോൾ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ വെബ്സൈറ്റ്, സ്കൂളിൻ്റെയും കോളേജിൻ്റെയും, അപ്പോൾ സ്കൂളിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. അതല്ലെങ്കിൽ വലിയ കമ്പനിയുടെ വെബ്സൈറ്റ്, ആ ഓർഗനൈസേഷനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ്. ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യുണീക്ക് നെയിമാണ് ഡൊമെയിൻ നെയിം. അതായത് ഓരോ വെബ്സൈറ്റിനും അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു നെയിം ഉണ്ടാവും, അതാണ് ഡൊമെയിൻ നെയിം. വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരു ന്യൂസ് പ്ലാറ്റ്ഫോം ആവാം, ഒരു പരസ്യമാവാം, ഒരു ഓൺലൈൻ ഡിജിറ്റൽ ലൈബ്രറി ആവാം, ഒരു എഡ്യൂക്കേഷണൽ സൈറ്റ് ആവാം. എല്ലാം വെബ്സൈറ്റ് എന്നുള്ള ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടുള്ള റിലേറ്റഡ് ഇൻഫർമേഷനെ എല്ലാം വെബ്സൈറ്റ് എന്നുള്ള പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു സിംഗിൾ വെബ് പേജ്, എ ഡോക്യുമെൻ്റ് അവൈലബിൾ ഓൺ വേൾഡ് വൈഡ് വെബ്. ഒരു വേൾഡ് വൈഡ് വെബിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റിനെയാണ് വെബ് പേജ് എന്ന് പറയുന്നത്. ഈ വെബ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആ സ്റ്റോർ ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് വെബ് സെർവർ എന്ന് പറയുന്നത്. അതായത് വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ആ HTML, ജാവാസ്ക്രിപ്റ്റ് പോലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് വെച്ച് നമുക്ക് കോഡ് എഴുതി വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം. അതൊരു പെർട്ടിക്കുലർ സിസ്റ്റത്തിലാണ്, നമ്മുടെ ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിലോ സ്റ്റോർ ചെയ്യാം. ആ ലാപ്ടോപ്പിനെയാണ് വെബ് സെർവർ എന്ന് പറയുന്നത്. അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഹോം പേജിലേക്ക് പോകാം. ഹോം പേജിൽ നിന്ന് നമുക്ക് ഓരോ ലിങ്ക്സും ക്ലിക്ക് ചെയ്ത് ഡിഫറെൻറ്റ് പേജസിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള വെബ് പേജസിൻ്റെ ഒരു കളക്ഷനാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇതൊരു പബ്ലിക് ആയിട്ടുള്ള ഒരു ഡൊമെയിൻ നെയിം കൊടുത്ത് ഹോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു പബ്ലിക് ആയിട്ടുള്ള ഡൊമെയിൻ നെയിം കൊടുത്ത് അത് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആക്കുന്നതിനെയാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഹോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് യൂസർക്കും ഇൻ്റർനെറ്റ് വഴി ഒരു വെബ് ബ്രൗസർ വെച്ച് സെർച്ച് ചെയ്തിട്ട് ഈ വെബ് പേജസിനെ ആക്സസ് ചെയ്യാം. വെബ് can contain huge information including text, graphics, audio, video and hyperlinks. നിങ്ങൾ ഗൂഗിളിൽ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്തിട്ട് വരുന്ന ഡീറ്റെയിൽസ് ആണ് വെബ് പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിളിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റി സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വെബ് പേജസ് വരുന്നത് കാണാം. ആ വെബ് പേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ പിന്നെ അതൊന്നും ക്ലിക്ക് ചെയ്ത് വേറെ പേജസിലേക്ക് പോകാനുള്ള പ്രൊവിഷൻ ഉണ്ടാവും. അപ്പോൾ ആ വെബ് പേജിൽ നിങ്ങൾക്ക് ഇമേജസ് കിട്ടും, ഓഡിയോ, വീഡിയോ. ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത് വേറെ പേജിലേക്ക്, ഒരു പേജിൽ നിന്ന് വേറെ പേജിലേക്ക് പോകാൻ പറ്റുന്ന ക്ലിക്കബിൾ ലിങ്കിനെയാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് ലിങ്ക്ഡ് വെബ് പേജസ് ഓൺ എ വെബ് സെർവർ ഈസ് നോൺ ആസ് വെബ്സൈറ്റ്. അതായത് ഒരു പെർട്ടിക്കുലർ സെർവറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ലിങ്ക്ഡ്, അതായത് റിലേറ്റഡ് ആയിട്ടുള്ള വെബ് പേജിൻ്റെ കളക്ഷനെയാണ് ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്.
ഓരോ വെബ് പേജിനും ഒരു URL ഉണ്ട്. അതായത് ഒരു വെബ് പേജ് നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു വെബ് പേജ് വരുമ്പോൾ ആ വിൻഡോൻ്റെ മുകളിലുള്ള ടാബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം HTTPS എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്രസ്സ് വരുന്നത്. അതാണ് ആ വെബ് പേജിൻ്റെ URL. അതായത് ഓരോ വെബ് പേജിനെ യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അഡ്രസ്സാണ് URL അഥവാ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റിനെയാണ് വെബ് പേജ് എന്ന് പറയുന്നത്. റിലേറ്റഡ് ആയിട്ടുള്ള വെബ് പേജിൻ്റെ കളക്ഷനെയാണ് വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഈ വെബ്സൈറ്റ് സ്റ്റോർ ചെയ്തിട്ടുള്ള സിസ്റ്റത്തിനെയാണ് വെബ് സെർവർ എന്ന് പറയുന്നത്. വെബ് സെർവറിലുള്ള എല്ലാ വെബ്സൈറ്റിനെയും നമുക്ക് വെബ് ബ്രൗസേഴ്സ് വെച്ച് ആക്സസ് ചെയ്യാം, സെർച്ച് ചെയ്ത് ആക്സസ് ചെയ്യാം. വെബ്സൈറ്റ്സ് ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ്. സ്റ്റാറ്റിക് വെബ്സൈറ്റ്. Web pages are stored on the server in the format that is sent to a client web server. സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആണെങ്കിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫോർമാറ്റിലായിരിക്കും വെബ് പേജ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണോ ഒരു ക്ലയൻറ്റ് വെബ് ബ്രൗസറിൽ സെർച്ച് ചെയ്യുമ്പോൾ ആ വെബ് പേജ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്, അതേ ഫോർമാറ്റിൽ തന്നെയായിരിക്കും അത് ഒറിജിനലി സെർവറിലും സ്റ്റോർ ചെയ്തിട്ടുള്ളത്. സ്റ്റാറ്റിക് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് HTML എന്നുള്ള ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നുള്ള കോഡിംഗ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. ഡൈനാമിക് വെബ്സൈറ്റ് ചേഞ്ചസ് ഓർ കസ്റ്റമൈസസ് ഇറ്റ്സെൽഫ് ഫ്രീക്വൻ്റ്ലി ആൻഡ് ഓട്ടോമാറ്റിക്കലി. ഡൈനാമിക് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫോർമാറ്റ് ഇല്ല. അത് യൂസറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, അതല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്തുകൊണ്ടിരിക്കും. Server-side dynamic pages are generated on the fly by computer code that produces the HTML. യൂസർ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് ഒരു ഡൈനാമിക് കോഡ് HTML റൺ ചെയ്തിട്ടാണ് ഡൈനാമിക് വെബ് പേജസിനെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് വെബ്സൈറ്റ്സ് ആണ് ജനറലി നമ്മൾ കാണുന്നത്, സ്റ്റാറ്റിക്കും ഡൈനാമിക്കും. സ്റ്റാറ്റിക് ആണെങ്കിൽ അതിൻ്റെ ഫോർമാറ്റ് ഒരു കോൺസ്റ്റൻറ്റ് ഫോമിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്, അതേ ഫോർമാറ്റിൽ തന്നെയാണ് ക്ലയൻറ്റിന് കിട്ടുന്നത്. ഡൈനാമിക് വെബ്സൈറ്റ് ആണെങ്കിൽ ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആ ക്ലയൻറ്റിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടായിരിക്കും ആ വെബ്സൈറ്റ് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുന്നത്. ഓൺ ദി ഫ്ലൈ എന്ന് വെച്ചാൽ ആ ഡിമാൻഡിനനുസരിച്ച് ആ സമയത്തായിരിക്കും ഇതിൻ്റെ ഫോർമാറ്റ് ഡിറ്റർമിൻ ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് ക്ലയൻറ്റിന് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുന്നത്. വെബ് ബ്രൗസേഴ്സ്. വെബ് ബ്രൗസേഴ്സ് എന്നുള്ളത് നമുക്കിപ്പോൾ കോമൺ ആയിട്ട് അറിയാം, നമ്മൾ ഒരുപാട് വെബ് ബ്രൗസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. വെബ് ബ്രൗസർ ഈസ് ആൻ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഫോർ ആക്സസിങ് ദി വേൾഡ് വൈഡ് വെബ്. നമുക്ക് വേൾഡ് വൈഡ് വെബിലുള്ള ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിനെയാണ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. When a user requests a web page from a particular website, the web browser retrieves the necessary content from a web server and then displays the page on the user's device. ഒരു യൂസർ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വെബ് പേജിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആ വെബ് ബ്രൗസർ സെർച്ച് ചെയ്ത് വേൾഡ് വൈഡ് വെബിലുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും സെർച്ച് ചെയ്ത് ആവശ്യമുള്ള ആ കണ്ടൻറ്റ് കണ്ടുപിടിച്ച് യൂസറിൻ്റെ ഡിവൈസിലേക്ക് ആ വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യുന്നു. Web browsers are used on a range of devices including desktops, laptops, tablets and smartphones. നമുക്ക് ഡെസ്ക്ടോപ്പിലോ ലാപ്ടോപ്പിലോ ടാബ്ലറ്റിലോ സ്മാർട്ട് ഫോൺസിലോ എല്ലാം വെബ് ബ്രൗസേഴ്സ് യൂസ് ചെയ്യാം. നമുക്കറിയാം നമ്മുടെ മൊബൈൽ വെച്ചിട്ടോ ലാപ്ടോപ്പ് വെച്ചിട്ടോ ഡെസ്ക്ടോപ്പ് വെച്ചിട്ടോ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ നമുക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ വെബ് ബ്രൗസർ വെബ് സെർവറിൽ, അതായത് ഒറിജിനലി എവിടെയാണോ ആ വെബ് പേജിൻ്റെ കണ്ടൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ കണ്ടുപിടിച്ച് നമ്മുടെ ഡിവൈസിലേക്ക് ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പോൾ ആ ഫോർമാറ്റിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടതാണ് ഇത് കണ്ടുപിടിച്ച് നമുക്ക് വായിക്കാൻ പറ്റുന്ന ഫോർമാറ്റിലാക്കി ഡിസ്പ്ലേ ചെയ്യുന്നതാണ് വെബ് ബ്രൗസറിൻ്റെ ഫങ്ഷൻ. നമുക്കറിയാം കോമൺലി നമ്മൾ ഇതെല്ലാമാണ് യൂസ് ചെയ്യുന്നത്. ഇൻ്റർനെറ്റ്, ക്രോം, മോസില്ല ഫയർഫോക്സ്, ഓപ്പറ, സഫാരി, നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ. ഇതെല്ലാം നമുക്ക് ഈ ക്രോമും മോസില്ല ഫയർഫോക്സ് ഒക്കെ നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിലും ലാപ്ടോപ്പിലൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് നെറ്റിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി ഗൂഗിൾ ക്രോം നമ്മുടെ മൊബൈലിലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ വെബ് ബ്രൗസർ എന്നുള്ള സോഫ്റ്റ്വെയർ നമുക്ക് ഏത് കമ്പ്യൂട്ടിംഗ് ഡിവൈസിലും യൂസ് ചെയ്യാം. ആ വെബ് ബ്രൗസർ എടുത്ത് നമുക്ക് സെർച്ച് ചെയ്യേണ്ട കാര്യം അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെബ് സെർവറിൽ നിന്ന് ആ പെർട്ടിക്കുലർ ഡാറ്റ ആക്സസ് ചെയ്ത് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡിസ്പ്ലേ ചെയ്യും. സെർച്ച് എഞ്ചിൻ. സെർച്ച് എഞ്ചിൻ വെബ് ബ്രൗസർ എന്നുള്ളത് ഒരേപോലെയാണ് പലപ്പോഴും പറയുന്നത്. പക്ഷേ സെർച്ച് എഞ്ചിനും വെബ് ബ്രൗസറും ഡിഫറൻസ് ഉണ്ട്. വെബ് ബ്രൗസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെബ് സെർവറിലുള്ള കണ്ടൻസ് സെർച്ച് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്.
സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡാറ്റാബേസ് കൂടി ഉണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് ഇപ്പോൾ സെർച്ച് എഞ്ചിൻ എന്ന് പറയുമ്പോൾ തന്നെ ഗൂഗിളാണ് ഓർമ്മ വരുന്നത്. ഗൂഗിളിന് ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് സെർവേഴ്സ് ഉണ്ടാവും. ആ സെർവറിലാണ് നമുക്ക് വേണ്ട ഡാറ്റ എല്ലാം സ്റ്റോർ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഗൂഗിൾ വഴി നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ, ഗൂഗിൾ എടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് സെർച്ച് ചെയ്യുമ്പോൾ ആ സെർച്ച് എഞ്ചിൻ ഈ ലോകത്തുള്ള എല്ലാ ഭാഗത്തുമുള്ള സെർവേഴ്സുമായിട്ട് ഇൻ്റർനെറ്റ് വഴി കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ എവിടെയാണ് എന്നുള്ളത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ അതൊന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഗൂഗിൾ എല്ലാവരും ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വെബ് ബ്രൗസർ പോലെയല്ല, വെബ് ബ്രൗസർ ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ മാത്രമേ ഉള്ളൂ. സെർച്ച് എഞ്ചിൻ എന്ന് വെച്ചാൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു വലിയ ഡാറ്റാ ബേസ് കൂടി ഉണ്ടാവും. അതായത് ഗൂഗിളിൻ്റെ ഡാറ്റാബേസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ഡാറ്റാബേസാണ്. ലോകത്തിൻ്റെ പല ഭാഗത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പല സെർവേഴ്സ്, അതായത് പല സിസ്റ്റത്തിലായിരിക്കും ഈ ഗൂഗിളിൻ്റെ ഡാറ്റ ഫുൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ആ ഗൂഗിൾ സെർവറിൽ അവൈലബിൾ ആയിട്ടുള്ള എന്ത് ഡാറ്റയും നമുക്ക് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ വഴി സെർച്ച് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഡിവൈസിലേക്ക് ഡിസ്പ്ലേ ചെയ്യാം. ഹെൽപ്സ് ടു ലൊക്കേറ്റ് ഇൻഫർമേഷൻ ഓൺ വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബിലുള്ള ഇൻഫർമേഷൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്യുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. യൂസർ ക്യാൻ സെർച്ച് ഫോർ എനി ഇൻഫർമേഷൻ ബൈ പാസിംഗ് ദി ക്വറി ഇൻ ദി ഫോം ഓഫ് കീവേഡ്സ് ഓർ ഫ്രേസ്. ഇറ്റ് ദെൻ സെർച്ചസ് ഫോർ റെലവൻറ്റ് ഇൻഫർമേഷൻ ഇൻ ഇറ്റ്സ് ഡാറ്റാബേസ് ആൻഡ് റിട്ടേൺ ടു ദി യൂസർ. നമുക്ക് ഗൂഗിളിൽ ഏത് ഫോമിലും ടൈപ്പ് ചെയ്യാം. ഒരു ടോപ്പിക്ക് കീവേഡ് മാത്രമായിട്ടോ അതല്ലെങ്കിൽ ഒരു ഫ്രേസ് ആയിട്ടോ അതല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പോലോ എങ്ങനെ വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഗൂഗിൾ സെർച്ച് എഞ്ചിൻ അത് മനസ്സിലാക്കിയെടുത്ത് ഇപ്പോൾ വോയിസ് സെർച്ചിങ് എന്നുള്ള പ്രൊവിഷനുണ്ട്, വോയിസും കൊടുക്കുക. അപ്പോൾ ഗൂഗിൾ അത് മനസ്സിലാക്കി എടുത്തിട്ട് ആ ഇൻഫർമേഷൻ ഏത് സെർവറിലാണോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അത് കണ്ടുപിടിച്ച് നമുക്ക് യൂസർക്ക് ആ പെർട്ടിക്കുലർ ഡാറ്റാബേസ് ഡിസ്പ്ലേ ചെയ്തു തരും. സെർച്ച് എഞ്ചിൻ എക്സാമ്പിൾസ് ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗൂഗിൾ, യാഹൂം സെർച്ച് എഞ്ചിനായിട്ട് യൂസ് ചെയ്യുന്നത് ബിങ്. ഇതെല്ലാമാണ് സെർച്ച് എഞ്ചിന് എക്സാമ്പിൾസ്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇൻ്റർനെറ്റ് ആൻഡ് ഇൻട്രാനെറ്റ്, വെബ്സൈറ്റ് ആൻഡ് വെബ് ബ്രൗസർ, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇൻ്റർനെറ്റ്. താങ്ക് യു.